അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോമിനകത്തെ ഇൻപുട്ട് എലമെൻറ്റ്സ് ടെക്സ്റ്റും റേഡിയോ ബട്ടണും കണ്ടു. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. ഇനി അടുത്തത് അതിനകത്തൊരു പല ടെക്സ്റ്റ് ഇൻപുട്ട് ഫോമിനകത്ത് നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടാഗ് ഇൻപുട്ട് ടാഗാന്ന് പറഞ്ഞു. ഇൻപുട്ട് ടാഗിന് ടൈപ്പ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. നെയിം എന്ന് പറയുന്നത് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ചുള്ള കാര്യങ്ങൾക്ക് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. വാല്യൂ നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ കൊടുക്കാം, ചിലതിനൊക്കെ മാൻഡേറ്ററി ആണ്, നമ്മൾ പഠിക്കും. ചെക്ക് ബോക്സിൻ്റെ സമയത്ത് ചെക്ക് ബോക്സ് അല്ല, റേഡിയോ ബട്ടണിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു വാല്യൂ മാൻഡേറ്ററി ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്ക് ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സിന് നെയിം കൊടുക്കണം. നേരത്തെ തന്നെ പറഞ്ഞ പോലെ റേഡിയോ ബട്ടൺ ഞാൻ പറഞ്ഞു ഒരു 3 കൊടുക്കുകയാണെങ്കിൽ 3 ഒരെണ്ണം മാത്രം. ഇപ്പോൾ ജെൻഡർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിലോ ഫീമെയിലോ അല്ലെങ്കിൽ അതർ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റണം. അതാണ് റേഡിയോ ബട്ടൺ. ചെക്ക് ബോക്സ് എന്താണെന്ന് ചോദിച്ചാൽ ചെക്ക് ബോക്സിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു ടിക്ക് മാർക്ക് വരുന്ന ഒരു സെലക്ഷനാണ്. അത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് കൊടുത്തു, ഫിസിക്സ് മാത്സ് എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫിസിക്സും മാത്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം എന്ന് കൊടുക്കുക. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇതിൽ വരേണ്ട ഒരു ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് വരേണ്ട എല്ലാ ഐറ്റത്തിനും ഈ റേഡിയോ ബട്ടൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നെയിം സബ്ജക്റ്റ് എന്ന് തന്നെ കൊടുക്കുക. ഫിസിക്സ് മാത്സ് കെമിസ്ട്രി കൊടുക്കുകയാണ്. ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് ഡാറ്റാബേസിലേക്ക്, ഈ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂ ആണ് ഡാറ്റാബേസിലേക്ക് സെൻഡ് ആകുന്നത്. കെമിസ്ട്രി കൊടുത്തു. അപ്പോൾ അങ്ങനെ 3 ഉണ്ട്. ഇത് റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടണിൽ സെയിം നെയിം ഉള്ളതിൽ നിന്ന് ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സബ്ജക്റ്റിൻ്റെ ചെക്ക് ബോക്സിൻ്റെ കേസിൽ ഈ സെയിം നെയിം ഉള്ള വാല്യൂവിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേജ് നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം ബ്രൗസറിൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ് നമ്മുടെ ചെക്ക് ബോക്സ്. അപ്പോൾ ഇത് ഈ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് ഇൻലൈൻ ടാഗാന്ന് പറഞ്ഞു. കാരണം അത് ഒരേ ലൈനിൽ തന്നെ കാണിക്കുകയുള്ളൂ, അത് അടുത്തടുത്ത ലൈനിലേക്കൊന്നും പോകില്ല. അതുകൊണ്ടാണ് ഇത് 3 ഒരേ ലൈനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. 3 ഒരേ ലൈനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. മാത്സ് ഫിസിക്സ് കെമിസ്ട്രി 3 ഓപ്ഷൻ ഞാൻ ഓരോന്നിനും സെയിം പേര് തന്നെ സബ്ജക്റ്റിനുള്ള പേരാണ് കൊടുക്കുന്നത്. കാരണം ഈ സബ്ജക്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞായിരിക്കും സെലക്ട് ചെയ്തേക്കുന്ന വാല്യൂ അങ്ങോട്ട് സെൻഡ് ആകുന്നത്. അതുകൊണ്ടാണ് 3 ഒരേ പേര് കൊടുക്കണം എന്ന് പറഞ്ഞത്. റേഡിയോ ബോക്സിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ വ്യത്യാസം ചെക്ക് ബോക്സ് എന്നാണ്. രണ്ടിനും വാല്യൂ ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. നെയിമും മാൻഡേറ്ററി ആണ്. നെയിം സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ച് എല്ലാ ഇൻപുട്ട് ടാഗിനും നെയിം മാൻഡേറ്ററി ആണ്. അതുപോലെ വാല്യൂ എന്ന് പറയുന്ന ടാഗ് ചെക്ക് ബോക്സിനും റേഡിയോ ബട്ടണും ഒക്കെ മാൻഡേറ്ററി ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ വാല്യൂ കൊടുത്തു. കാരണം വാല്യൂ ഈ സെലക്ട് ചെയ്തേക്കുന്നതിൽ ഈ വാല്യൂ, അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് വാല്യൂ സെൻഡ് ആവത്തില്ല. അതുകൊണ്ടാണ് ഇത് വാല്യൂ മാൻഡേറ്ററി ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തത് വേണമെങ്കിൽ കളയാം, അടുത്തത് സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ ഒരേ ലൈനിൽ തന്നെ കാണിച്ചേക്കുന്നു. അപ്പം 3 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഒരെണ്ണം ഡീസെലക്ട് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇനി ഇത് സബ്മിറ്റ് പ്രസ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ മാത്സും കെമിസ്ട്രിയും സെലക്ട് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ URL ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിടാം. വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടോ, ഈ കേസിൽ പോയേക്കുന്ന സബ്ജക്റ്റ് ഈക്വൽ ടു MA എന്ന് പോയേക്കുന്നത് എന്തുകൊണ്ടാണ്? MA എന്ന് പറഞ്ഞാൽ മാത്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിന് വാല്യൂ കൊടുത്തേക്കുന്നത് MA എന്നാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് അത് പോയത്. അതുപോലെ 2 സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ആൻഡ് സബ്ജക്റ്റ് ഈക്വൽ ടു CH എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. കെമിസ്ട്രി സെലക്ട് ചെയ്താൽ ഡാറ്റാബേസിലേക്ക് കൊടുക്കേണ്ട വാല്യൂ CH എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അത് 2 സെൻഡ് ആയത്. അപ്പോൾ നമ്മൾ 3 സെലക്ട് ചെയ്താൽ ഇത് കഴിഞ്ഞ് വീണ്ടും ആംപർസാൻഡ് സിമ്പിൾ ഇട്ടിട്ട് സബ്ജക്റ്റ് ഈക്വൽ ടു അടുത്തതിൻ്റെ വാല്യൂ എന്താണോ അത് സെൻഡ് ആവും. റേഡിയോ ബട്ടൻ്റെ കേസിൽ ഇങ്ങനെ പോകില്ല, കാരണം ഒരെണ്ണേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ സാധനം സ്ക്രീൻ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഈ ഫോമിനകത്തുള്ള മാത്രം എഴുതിയെടുത്താൽ മതി. അപ്പോൾ അതാണ് ചെക്ക് ബോക്സ്. അടുത്തത്
അടുത്തത് ഇൻപുട്ടിൻ്റെ വേറൊരു ടൈപ്പാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ, അതിന് നെയിം മാൻഡേറ്ററി ഫീൽഡാണ്. നെയിം സബ്മിറ്റിനും റീസെറ്റിനും ഒഴിച്ച് എല്ലാത്തിനും മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് ഇമെയിലിനും നെയിം മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇമെയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പേജ് നമ്മൾ ലോഡ് ചെയ്ത് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഇരിക്കും പേജ്. ഇമെയിൽ എന്നുള്ള ഒരു ഫോമിൽ കാണിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ചുമ്മാ വെറുതെ ഒരു വാല്യൂ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് പ്രസ് ചെയ്താൽ ഇതുണ്ടോ, പ്ലീസ് എൻ്റർ ആൻ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയും. കാരണം ഇതിനകത്തൊരു ASD എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്താൽ അതൊരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് അല്ല. അപ്പം ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഫോം ഈക്വൽ ടു ഇമെയിൽ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വാലിഡ് ഇമെയിൽ അഡ്രസ്സ് അല്ല എങ്കിൽ അതിനകത്ത് എറർ വരും. വാലിഡ് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ വെരിഫൈ ചെയ്യത്തില്ല. ഇപ്പം @gmail.com എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ASD@gmail.com എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ആക്ച്വലി അറിയത്തില്ല. പക്ഷേ ഫോർമാറ്റ് ഇതായിരിക്കണം, @gmail.com അല്ലെങ്കിൽ @yahoo.com എന്തെങ്കിലും @gov.in എന്നോ @tkerala.in എന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും വാലിഡ് ഫോർമാറ്റിലായിരിക്കണം. വാലിഡ് അഡ്രസ്സ് ആയിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ ഇപ്പം പ്രസ് ചെയ്താൽ അത് അടുത്ത പേജിലേക്ക് പോകും. അപ്പം ഇതിൻ്റെയും നമ്മൾ URL ഒന്ന് കോപ്പി ചെയ്തിട്ട് കാണിക്കാം. ഇത് സബ്മിറ്റ് അയക്കുമ്പോൾ വാല്യൂ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടോ, ASD @സിമ്പലിന് പകരം @സിമ്പൽ എൻകോഡ് ചെയ്തേക്കുന്നതാണ് %40 എന്നുള്ള വാല്യൂ ഇട്ട് അതിന് എൻകോഡ് ASD@gmail.com എന്നാണ്. അത് സെൻഡ് ചെയ്യുമ്പം @സിമ്പൽ എന്ന് പറയുന്നത് എൻകോഡ് ചെയ്തിട്ട് വേറൊരു ഫോർമാറ്റിലാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇത്. എസെൻഷ്യലി ഇത് @ തന്നെയാണ്. അത് അഡ്രസ്സ് വഴി സെൻഡ് ചെയ്യുമ്പോൾ അഡ്രസ്സിനകത്തൊക്കെ @ വരുമല്ലോ. URL സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് URL-ലൊക്കെ @സിമ്പൽ വരും. അതുകൊണ്ട് ഇത് URL-ലുള്ള @സിമ്പൽ അല്ല, വേറൊരു സിമ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻകോഡഡ് ഫോമിൽ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഫോർമാറ്റ് ഇമെയിലിന് ആകെ ഒരു വ്യത്യാസം, ടെക്സ്റ്റ് ബോക്സ് പോലെ തന്നെയാണ്. ഈ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് പോലെ തന്നെയാണ്. വ്യത്യാസമുള്ളത് അതൊരു വാലിഡ് ഇമെയിൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യും. അതേ ഉള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇതും എഴുതിയെടുക്കുക, പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തത് ഓക്കെ. അപ്പം നമ്മൾ ടെക്സ്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ആയിട്ടുള്ള ഇപ്പോൾ ഫോമിനകത്ത് മെയിനായിട്ട് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ടാഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞു. ടെക്സ്റ്റിന് പല ടൈപ്പ് പഠിച്ചു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് പഠിച്ചു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് പഠിച്ചു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ പഠിച്ചു, ചെക്ക് ബോക്സ് പഠിച്ചു, ഇമെയിൽ പഠിച്ചു. അങ്ങനെ പല 1-2 ടൈപ്പുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് വേറൊരു ടൈപ്പ്, ഫോമിനകത്ത് വരുന്ന ഇൻപുട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് ടാഗാണ്. അതിൻ്റെ പേരാണ് ടെക്സ്റ്റ് ഏരിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഏരിയ, ഇതിനും നെയിം കൊടുക്കണം. കാരണം ഈ നെയിം ആയിരിക്കും നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ് നെയിം കൊടുത്തേക്കുന്ന വാല്യൂ ഈക്വൽ ടു എന്നും പറഞ്ഞാണ് അത് ടൈപ്പ് ചെയ്തേക്കുന്ന വാല്യൂ അങ്ങോട്ട് പോകുന്നത്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. ഒരു വലിയ ഏരിയ, അതായത് അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഫോമിൽ ഒരു വലിയ ഏരിയ കാണാറുണ്ട്. അതിനാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, വലിയൊരു ഏരിയ. ഇത് കണ്ടില്ലേ, വലിയ ഏരിയ ആണ് കാണാൻ പറ്റുന്നത്. ഈ വലിയ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ടെക്സ്റ്റ് ഏരിയ. അതിന് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഏരിയ എന്നല്ല കൊടുക്കുന്നത്. ഡിഫറൻസ് ക്ലിയർലി മനസ്സിലാക്കുക. ഇൻപുട്ട് അല്ല ടാഗ് ടെക്സ്റ്റ് ഏരിയ എന്ന് തന്നെയാണ്. പക്ഷേ അതിന് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആയിട്ടും കൊടുക്കണം. കാരണം അതായിരിക്കും അതിനോട് അസൈൻഡ് ആയിട്ടായിരിക്കും വാല്യൂ കൊടുക്കുന്നത്. ഇനി നമ്പർ ഓഫ് റോസ്, എത്ര റോസ് താഴേക്ക് കാണണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1, 2 ഇതുപോലെ 10 റോസ് താഴേക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 2 റോയേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്ത് ഞാൻ പോവുകയാണെങ്കിൽ കണ്ടോ, 3ാമത്തെ റോ ആയി, 4ാമത്തെ റോ ആയി, ഇങ്ങനെ ടൈപ്പ് 5ാമത്തെ റോ ആയി. ഇങ്ങനെ 10 റോയുടെ വിട്ടിൽ, അതായത് 10 റോ കാണത്തക്ക രീതിയിൽ ടൈപ്പ് ചെയ്യും. അത്രയും 10 റോയെ അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നല്ല, അതിൽ കൂടുതൽ ടൈപ്പ് ചെയ്താൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയിക്കോളും. വിഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് 3 എണ്ണത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് റോയുടെ എണ്ണം. അതുപോലെ തന്നെ കോളം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ തൊട്ട് ഇവിടെ വരെ 30 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതാണ് കോളത്തിൽ കൊടുത്തേക്കുന്നത്. കോളം ഈക്വൽ ടു എന്ന് കൊടുത്തേക്കുന്നത്. ഇത് 2 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു വിഡ്ത്തിൽ ടെക്സ്റ്റ് ഏരിയ കാണിക്കും. കൊടുക്കാതെ ഞാൻ വേണമെങ്കിൽ ലോഡ് ചെയ്ത് കാണിക്കാം.
കണ്ടോ ഡീഫോൾട്ടായിട്ടുള്ളൊരു വിഡ്ത്തിൽ കാണിച്ചു, അതായത് ഒരു 3 റോയും കുറച്ചൊരു 10-20 കോളവും ഉള്ള രീതിയിൽ ഉള്ള വിഡ്ത്തിലാണ് ഡീഫോൾട്ട് കാണിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ബാക്കി 2 കൊടുത്തിരുന്ന ആട്രിബ്യൂട്ട്സും മാൻഡേറ്ററി അല്ല. അതായത് റോ ഈക്വൽ ടു 10ഉം കോളം ഈക്വൽ ടു 30 അത് മാൻഡേറ്ററി അല്ല. അത് നമുക്ക് വേണ്ടിയ വിഡ്ത്തിനനുസരിച്ച് കൊടുക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിലും അവനൊരു ഡീഫോൾട്ട് വിഡ്ത്തിൽ കാണിച്ചോളും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഫോമിലൊക്കെ എടുക്കുമ്പോൾ ഇതിലായിരിക്കും ഈ സൈസിൽ. ഇതിപ്പോൾ കണ്ടോ സൈഡിൽ സ്ക്രോൾ ബാർ കാണിച്ചിട്ടുണ്ട്, സ്ക്രോൾ ബാർ വന്നു കാരണം നമ്മൾ കൂടുതൽ ഡാറ്റ ടൈപ്പ് ചെയ്തേക്കുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ക്രോൾ ബാർ അവിടെ കാണിക്കില്ല. ഇപ്പോൾ കണ്ടോ സ്ക്രോൾ ബാർ പോയിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് സ്ക്രോൾ ബാർ അവിടെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ റോയുടെയും കോളോ എണ്ണം ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിനെ റെസ്ട്രിക്റ്റ് ചെയ്യില്ല. ഇത് നമ്മൾ ഓൾറെഡി വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റിനകത്ത് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. മാക്സ് ലെങ്ത് ആണ് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതങ്ങനെ വന്നു. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഫോമിലൊക്കെ മിക്കവാറും ഡിസൈൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു സൈസിലായിരിക്കും എപ്പോഴും ടെക്സ്റ്റ് ഏരിയ കാണിച്ചേക്കുന്നത്. അത് അവർ ഡീഫോൾട്ട് വിഡ്ത്തിൽ കാണിച്ചേക്കുന്നതുകൊണ്ടാണ്. ഇനി ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് കാര്യം എന്നുള്ളത്. ഇതിനകത്ത് ഡീഫോൾട്ട് എന്തെങ്കിലും വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ അതാണ് അതിലുള്ളത്. ഒന്നുകൂടെ പേജ് ലോഡ് ചെയ്യാം. ബ്രൗസർ റീഫ്രഷ് ചെയ്താൽ അങ്ങനത്തെ വാല്യൂ ഒന്നും വീണ്ടും വരില്ല. അപ്പോൾ ഒന്നും കൂടി ഞാൻ റീഫ്രഷ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ദ ക്യാറ്റ് വാസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ എന്നുള്ള വാല്യൂ അവിടെ വന്നു. അത് ഇവിടെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇവിടെ ഈ വാല്യൂ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. ഇവിടെ ഒന്നും കൊടുത്തില്ല എങ്കിൽ അങ്ങനെ കാണിക്കില്ല കേട്ടോ. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഒന്നും കാണിക്കില്ല. നിങ്ങൾ അങ്ങനെ എഴുതിയെടുത്താലും മതി. അങ്ങനെ എഴുതിയെടുക്കുക. അപ്പോൾ പേജ് ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയെടുക്കാനുള്ള സമയം തരാത്തത്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയ വാല്യൂ സെൻഡ് ചെയ്യുന്നതൊന്ന് ലോഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തു 1 2 3 എന്നും കൂടെ വെറുതെ ടൈപ്പ് ചെയ്യുകയാണ്. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മെസ്സേജ് എടുത്ത് നോക്കാം, URL എടുത്ത് നോക്കാം. ഉണ്ടോ മെസ്സേജ് ഈക്വൽ ടു കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് സ്പേസ് ഒക്കെ വെറുതെ ഇട്ടേക്കുന്നുണ്ട്. ആ സ്പേസ് എൻകോഡ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ. URL-നിടയ്ക്ക് സ്പേസ് ഡീഫോൾട്ട് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അത് ടാബ് സ്പേസ് ആണ് ആദ്യം ഇട്ടേക്കുന്നത്. ഒരു ടാബ് ഇട്ടിട്ടുണ്ട്. ആ ടാബ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നീടുള്ള ഓരോ സ്പേസും പ്ലസ് വെച്ചിട്ട് ക്യാറ്റിനിടയ്ക്ക് ക്യാറ്റിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. അതൊക്കെ പ്ലസ് സിമ്പിൾ ഇട്ടിട്ടുണ്ട്. ഗാർഡൻ, അത് കഴിഞ്ഞ് 1 2 3 എന്നൊക്കെ ടൈപ്പ് ചെയ്തേക്കുന്നത്. 1 2 3 കഴിഞ്ഞ് കുറച്ച് സ്പേസും കൂടിയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെയാണ് ഈ എൻകോഡ് ചെയ്തിട്ടേക്കുന്നത്, ടാബ് സ്പേസ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് അത് കുഴപ്പമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കേണ്ട ഭാഗം ഇത്രയേ ഉള്ളൂ. എന്താണ് നെയിം ഈക്വൽ ടു മെസ്സേജ് കൊടുക്കണം. ആ നെയിം ആയിരിക്കും മെസ്സേജ്. ആ നെയിമിൽ എന്ത് കൊടുത്തേക്കുന്നോ അത് ഈക്വൽ ടു അവിടെ ടൈപ്പ് ചെയ്തേക്കുന്ന വാല്യൂ. അങ്ങനെ ആയിരിക്കും ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത് ആ ഫോർമാറ്റിലായിരിക്കും. അതുകൊണ്ട് നെയിം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയയ്ക്ക് മാൻഡേറ്ററി ഇൻപുട്ടാണ്, മാൻഡേറ്ററി ആട്രിബ്യൂട്ടാണ്. ടെക്സ്റ്റ് ഏരിയ ബൈ ഡീഫോൾട്ട് അവിടെ കാണിക്കും. റോ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, കോളം ഒരു ആട്രിബ്യൂട്ടാണ്. പക്ഷെ അത് രണ്ടും മാൻഡേറ്ററി ആട്രിബ്യൂട്ട്സ് അല്ല. നെയിം മാൻഡേറ്ററി ആട്രിബ്യൂട്ടാണ്. അതാണ് ടെക്സ്റ്റ് ഏരിയ. അടുത്തത് ബട്ടൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബട്ടൺ എന്താണ്, ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. അത് ആണ് എഴുതിയേക്കുന്നത്. ബട്ടൺ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ. ഓൺ ക്ലിക്കിൽ ഒരു ഫംഗ്ഷനാണ് എഴുതിയേക്കുന്നത്. അലേർട്ട് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ളൊരു ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്ലിക്ക് മീ എന്ന് പറയുന്നത് അതിൽ ടൈപ്പ് ചെയ്യേണ്ടിയ വാല്യൂ, അതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടിയ വാല്യൂ ആണ്. അത് ഞാൻ കാണിച്ചു തരാം. 3_6 ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഈ ഫോം ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ ആദ്യം ഒരു ഫോമുണ്ട്. ഫോമിനകത്തൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ H2 ഹെഡിങ്ങിൽ HTML ഫോംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പേജിൽ ഇവിടെ കാണാൻ പറ്റുന്നത്, HTML ഫോംസ്. അതിൻ്റെ അടിയിൽ ബട്ടൺ. ഈ ക്ലിക്ക് മീന്ന് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കാണാൻ പറ്റുന്നത്. ഈ ബട്ടണിൻ്റെ ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ടാഗിനും എൻഡിങ് ടാഗിനും ഇടയ്ക്ക് എന്ത് കൊടുത്താലും അത് ആ ബട്ടണിൻ്റെ മേളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ബട്ടൺ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുക്കുക. ഓൺ ക്ലിക്ക് അലേർട്ട്. ഈ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പേജ് ലോഡ് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ സംശയമൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പം അതിങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ചെയ്താൽ മതി. വരുന്നു. ഇതൊന്നുകൂടെ എടുക്കട്ടെ. അപ്പം അങ്ങനെയാണ്. അത് ബട്ടൺ കൊടുത്തില്ല, ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും അങ്ങനെ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുക്കുക. ഓൺ ക്ലിക്ക് അലേർട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു റിഡൻഡൻസിയാണ്. കാരണം ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വീണ്ടും ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ അങ്ങ് എടുത്ത് കളയാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ബട്ടൺ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ, ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് ബട്ടൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഇത് ബട്ടൺ മാത്രമല്ല പല സാധനങ്ങൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഓൺ ക്ലിക്ക്. അതായത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ്. ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് എഴുതിയേക്കുന്നത് ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ്. അലേർട്ട് എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് വിൻഡോ കാണിക്കും. പക്ഷേ നിങ്ങൾ അവിടെ പേജ് ലോഡ് ചെയ്തപ്പോഴത്തേക്കും കണ്ടു കാണുമായിരിക്കും. ഈ പേജ് ഞാൻ ലോഡ് ചെയ്യുക. ക്ലിക്ക് മീൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ ഹലോ വേൾഡ് എന്ന് എഴുതിയേക്കുന്ന ഒരു പോപ്പപ്പ് വിൻഡോ വന്നാൽ ഉണ്ടോ. അപ്പം നിങ്ങൾ സാധാരണ എക്സിറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ആർ യു ഷുവർ യു വാണ്ട് ടു ക്വിറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പോപ്പപ്പ് വിൻഡോ പോലെ വരത്തില്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ വിൻഡോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പോപ്പപ്പ് വിൻഡോ വന്നു, പ്ലീസ് എൻ്റർ വാലിഡ് ഇമെയിൽ അഡ്രസ് എന്നൊക്കെ പറഞ്ഞൊരു പോപ്പപ്പ് കാണിക്കും. അങ്ങനെ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അലേർട്ടിനകത്ത് എന്ത് കൊടുത്താലും, എന്ത് സിംഗിൾ കോഡ്സിൽ കൊടുത്താലും ആ സാധനം വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അതാണ് അടുത്ത ഒരു ഇൻപുട്ട് ടൈപ്പ്. അപ്പോൾ ഫോമിനകത്തുള്ള ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഇൻപുട്ട്, രണ്ടാമത്തേത് ടെക്സ്റ്റ് ഏരിയ പഠിച്ചു, മൂന്നാമത്തേത് ബട്ടൺ പഠിച്ചു. ഇൻപുട്ടിനകത്ത് തന്നെ പല ടൈപ്സും നമ്മൾ പഠിച്ചു. അപ്പോൾ അതാണ് ആക്ഷൻ. ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സെലക്ട്. എന്താണ് സംഭവം എന്ന് പേജ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. സെലക്ട് എന്തായിരിക്കും, പേജ് ലോഡ് ചെയ്ത് കാണിക്കാം. ഉണ്ടല്ലേ, ഡ്രോപ്പ് ഡൗൺ ആയിട്ടുള്ള സാധനമാണ് സെലക്ട് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഡൗൺ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെലക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടാഗിൻ്റെ പേരാണ് സെലക്ട്. ഇൻപുട്ട് ടാഗ് അല്ല ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് അല്ല ഡ്രോപ്പ് ഡൗൺ കാണിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്നത് സെലക്ട് ആണ്. അപ്പോൾ സെലക്ട് എന്ന് പറയുന്ന ടാഗിനും നെയിം ഞാൻ പറഞ്ഞ പോലെ മാൻഡേറ്ററി ആണ്. എന്തിനായിരിക്കും, ഡാറ്റാ ബേസിലേക്ക് അല്ലെങ്കിൽ സെർവറിലേക്ക് വാല്യൂ സെൻഡ് ചെയ്യുമ്പോൾ അതിൽ സെലക്ട് ചെയ്ത വാല്യൂവിന് മാപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത് നെയിമിൽ കൊടുത്തേക്കുന്ന വാല്യൂ ആയിരിക്കും. സൈസ് ഈക്വൽ ടു 1 മാൻഡേറ്ററി ആട്രിബ്യൂട്ട് അല്ല, എത്ര വിട്ടിൽ കാണിക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇനി ഓപ്ഷൻസ് കൊടുക്കുക. ഓപ്ഷനാണ് ഡ്രോപ്പ് ഡൗണിൽ കാണിക്കുന്ന ഓരോ വാല്യൂസും. വോൾവോ, സാബ്, ഫിയാറ്റ്, ഓഡി, എന്താ സാബ്, അതെന്തെങ്കിലും കാറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് കാണിക്കും. ഇതിനകത്തും ഈ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഓപ്ഷൻ്റെ സ്റ്റാർട്ടിങ് ടാഗിനും ഇതിനകത്ത് സെലക്റ്റിനകത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് ഉണ്ടാകണം. ഓപ്ഷൻ ടാഗിന് വാല്യൂ സെലക്ട് ആദ്യം എഴുതുക, സെലക്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ എൻഡ് ചെയ്യുക. ഇതിനിടയ്ക്കായിരിക്കും നമ്മൾ ഓപ്ഷൻ ടാഗുകൾ കൊടുക്കുന്നത്. ആ സെലക്ട് ബോക്സിനകത്ത് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗണിനകത്ത് എന്തൊക്കെ വാല്യൂസ് ഓപ്ഷനായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻ എഴുതുക, ഓപ്ഷൻ എന്ന് എഴുതിയിട്ട് ഓപ്ഷൻ്റെ വാല്യൂ കൊടുക്കുക. വാല്യൂ ഓപ്ഷന് മാൻഡേറ്ററി ആട്രിബ്യൂട്ടാണ്. കാരണം ഈ വോൾവോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ വാല്യൂ ആയിരിക്കും അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ സെൻഡ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും ചെറിയ ഫോർമാറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ ആണ്. ഓപ്ഷൻ്റെ സ്റ്റാർട്ടിങ് ടാഗിനും എൻഡിങ് ടാഗിനും ഇടയ്ക്ക് കൊടുത്തേക്കുന്ന വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ ഓപ്ഷൻ ഈ വാല്യൂ ഈക്വൽ ടു എന്ന് കൊടുത്തേക്കുന്ന വാല്യൂ ആണ് നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വാല്യൂ സെൻഡ് ആകുന്നത്. അപ്പം ഓപ്ഷന് വാല്യൂ മാൻഡേറ്ററി ആണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സെൻഡ് ആകത്തുള്ളൂ അങ്ങോട്ട്. അപ്പോൾ ഓപ്ഷന് സ്റ്റാർട്ടിങ് ടാഗും എൻഡിങ് ടാഗും വേണം. അതിനിടയ്ക്ക് ഡിസ്പ്ലേ വാല്യൂ കൊടുക്കണം. വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കണം മാൻഡേറ്ററി ആയിട്ടും. ഇത്രയും കാര്യങ്ങളാണ് സെലക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സെലക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ടാഗിനും എൻഡിങ് ടാഗിനും ഇടയ്ക്കാണ് ഓപ്ഷൻ എഴുതുന്നത്. ഇങ്ങനെ എത്ര ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 1-2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആക്കാം. എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. പേജ് ലോഡ് ചെയ്യും. പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാനിവിടെ വന്നിട്ട് സാബ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, കാർ ഈക്വൽ ടു SI എന്ന് സെൻഡ് ചെയ്തു. ഞാൻ സാബ് സെലക്ട് ചെയ്തുകൊണ്ടാണ് കാറ്
കാർസ് ഈക്വൽ ടു എസ് എന്നുള്ള കാർസ് എന്ന് പറയുന്ന വാല്യൂ എവിടുന്ന വന്നേ, സെലക്റ്റിൻ്റെ നെയിം കൊടുത്തേക്കുന്നതാണ് കാർസ് എന്ന്. അതുകൊണ്ടാണ് URL-നകത്ത് കാർസ് എന്ന് വന്നത്. ആ സെലക്റ്റിൽ എന്താണ് സെലക്ട് ചെയ്തേക്കുന്നത്, സാബാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, SA ആണ്. അതാണ് ഈ രണ്ടാമത് SA എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ബോക്സ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് സെലക്ട് ബോക്സ് ക്ലിയർ ആണെന്ന് വെച്ചാൽ ഇത്രയും ഇൻപുട്ട് ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇൻപുട്ടിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ടെക്സ്റ്റ് ഏരിയ ഇൻപുട്ടിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ടെക്സ്റ്റ് ഉണ്ട്, റേഡിയോ, ചെക്ക് ബോക്സ്, അങ്ങനത്തെ പല പല സാധനങ്ങളുണ്ട്. ഇമെയിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻപുട്ട് കഴിഞ്ഞ് അടുത്തൊരു ടാഗ് പഠിച്ചത് ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയയ്ക്കകത്തും ടെക്സ്റ്റ് ഏരിയ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനും നെയിം മാൻഡേറ്ററി ആട്രിബ്യൂട്ടാണ്. പിന്നെന്താണ് പഠിച്ചത് ഇപ്പോൾ പഠിച്ച സെലക്ട് പഠിച്ചു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിക്കുക. എന്നിട്ട് ഒരു ടിപ്പിക്കൽ ഫോം ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും മാത്രം ഒന്നിച്ചിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോം ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഫോം ആക്ഷൻ ഉണ്ട്. ഈ ഫോം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. സെലക്ട് ഇവിടെ കയറി കിടക്കും. ഫോം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഫോമിനകത്ത് ആദ്യമുള്ള ഒരു ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. പല വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു BR കൊടുത്തിട്ടുണ്ട് അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ആ ഇൻപുട്ട് ചെയ്യുന്ന ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് BR കൊടുത്തേക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്ന ടാഗ് കൊടുത്തേക്കുന്നത്. ഇനി റേഡിയോ ബട്ടൺ, അത് കഴിഞ്ഞൊരു റേഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഇമെയിൽ റീഡ് ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റ് ഏരിയ സെലക്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പല പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ടെക്സ്റ്റ് ഏരിയ നമ്മൾ ലേബൽ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് അഡ്രസ് നല്ല ഒരു ലേബൽ കൊടുക്കാം. അഡ്രസ് നോക്കൂ, സെലക്ട് സോറി ഇവിടെയല്ല. അഡ്രസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഫോമിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ആദ്യ പാർട്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫോം ഒന്ന് എഴുതിയെടുത്തോളുക. ഇത് ആദ്യ പാർട്ട് ഇവിടെ വരെ ഇത്രയും ഭാഗം പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞാൽ ഓപ്ഷൻ തൊട്ടുള്ള ഭാഗം വീണ്ടും താഴോട്ട് കാണിക്കുക. ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഫോം ആണെങ്കിൽ അതിന് സബ്മിറ്റ് ബട്ടൺ എന്തായാലും കാണണം, ഇല്ല അതിന് യൂസില്ല. ഫോം ചെയ്യുന്നത് കൊണ്ട് യൂസില്ല. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഈ പേജ് നമുക്ക് ബ്രൗസറിൽ ലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഇത് നമ്മൾ കൊടുത്തേക്കുന്ന ഇത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഇത്, ഇമെയിൽ അഡ്രസ്സ്, വോൾവോ, സെലക്ട് കാർ, അഡ്രസ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അഡ്രസ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് മീ. ഇതിനകത്തിപ്പം രണ്ട് വ്യത്യാസങ്ങളും കൂടെ വയ്ക്കാം. സെലക്ട് എ കാർ എന്ന് കൊടുക്കാം. എന്തൊരു BR ടാഗ് കൊടുക്കാം. അതുപോലെ അഡ്രസ്സ് കഴിഞ്ഞിട്ടൊരു BR ടാഗ് കൊടുക്കാം. അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. BR ടാഗ് കൊടുക്കാം. ഇനി ഇവിടെ സെലക്ട് സബ്ജക്ട്സ് എന്ന് കൊടുക്കാം. സബ്ജക്ട്സ് എന്ന് കൊടുത്തേക്കുന്ന ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ്. ഇനി ഇവിടെ സെലക്ട് ജെൻഡർ കൊടുക്കാം. കഴിഞ്ഞൊരു BR ടാഗ് കൊടുക്കാം അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സെലക്ട് ജെൻഡർ കൊടുത്തു, സെലക്ട് സബ്ജക്റ്റ് കൊടുത്തു, ഇമെയിൽ, സെലക്ട് കാർ കൊടുത്തു, അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അടുത്ത ലൈനിലേക്ക് പോയി. ഇനി ഇതിനെല്ലാത്തിനും ഇടയ്ക്ക് ഓരോന്നിനും ഇടയ്ക്ക് രണ്ട് സ്പേസ് ഒക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് രണ്ട് BR ടാഗ് കൊടുക്കാം. അപ്പോൾ ഓരോന്നും ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് കാണാൻ പറ്റും.
2 BR ടാഗ് കൊടുക്കും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഓരോന്ന് ഫസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടെ അഡീഷണലി വന്നു. രണ്ട് ന്യൂ ലൈൻ വന്നു. അതായത് ഇവിടുന്ന് അടുത്ത ലൈനിലേക്ക് പോയി, അവിടുന്ന് പിന്നത്തെ ലൈനിലേക്കും പോയി. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാണിക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ അത്രയാണ് ഫോമിനെ പറ്റി പഠിക്കാനുള്ളത്.